രണ്ടാമത്തെ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 36ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പെരിത്തിയെക്കുറിച്ചാണ്. പെരിത്തി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം വിദഗ്ധൻ എന്നാണ്. ഇംഗ്ലീഷിൽ എക്സ്പേർട്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. വിവിധ വിഷയങ്ങളിൽ പണ്ഡിതരായവരെ രണ്ടാമത്തെ കൗൺസിലിലേക്ക് മാർപ്പാപ്പ ക്ഷണിച്ചിരുന്നു. പ്രധാനമായിട്ടും ദൈവശാസ്ത്രജ്ഞരായിരുന്നു ഇവരെ ക്ഷണിച്ച് ഇവർ പക്ഷേ ഒരു കമ്മീഷനിലും അംഗമായിരുന്നില്ല. എന്നാൽ എല്ലാ കമ്മീഷനുകളിലും ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങളുടെ കരടുരേഖ തയ്യാറാക്കിയിരുന്ന ഇവരായിരുന്നു. അവസാനം പ്രമാണരേഖകൾക്ക് വേണ്ടിയുള്ള എല്ലാ ദൈവശാസ്ത്രപരവും പണ്ഡിതോചിതമായ ഉപദേശങ്ങൾ നൽകിയിരുന്നതും രേഖകളൊക്കെ ക്രമപ്പെടുത്തിയിരുന്നതും ഇവരായിരുന്നു. ഈ പെരുത്തികൾക്കിടയിൽ രണ്ട് തരത്തിലുള്ള പെരുത്തികളുണ്ടായിരുന്നു. ഒന്നാമതായിട്ട് മാർപ്പാപ്പ ഔദ്യോഗികമായിട്ട് നിയമിച്ച പെരുത്തി, രണ്ടാമത് മെത്രാന്മാർക്ക് ദൈവശാസ്ത്ര പണ്ഡിതരെ ഒപ്പം കൊണ്ടുവരാനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. മെത്രാന്മാർ കൂടെ കൊണ്ടുപോയിരുന്ന പണ്ഡിതർ, അത്തരം പെരുത്തികളും ഉണ്ടായിരുന്നു. ആദ്യമേ ഉണ്ടായിരുന്ന സമ്മേളനത്തിൽ അൽമായറായിട്ട് ഇതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടത് ഫ്രാൻസിലെ ഒരു ബുദ്ധിജീവിയായിരുന്ന ജാൻ ഗിലിറ്റി എന്ന് പറയുന്ന ഒരേ ഒരാൾ മാത്രമായിരുന്നു. അൽമായ കമ്മീഷൻ ചെന്ന് മാർപ്പാപ്പയുടെ അടുത്ത് അൽമായരുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പോൾ ആറാമൻ മാർപ്പാപ്പ കൗൺസിൽ നയിക്കാനായിട്ട് തുടങ്ങിയതോടുകൂടി 12 അൽമായരെയും കൗൺസിലിൽ പങ്കെടുപ്പിച്ചു. രണ്ടാം സമ്മേളനം മുതൽ മൂന്നാം സമ്മേളനം ആയപ്പോഴേക്കും വനിതകളെയും കൗൺസിലിലേക്ക് ക്ഷണിച്ചു. എന്നാൽ ക്ഷണിക്കപ്പെട്ട പെരുത്തികൾക്ക് അതീതമായിട്ട് ക്ഷണിക്കപ്പെട്ടവരുമുണ്ടായിരുന്നു ദൈവശാസ്ത്രജ്ഞർ. എന്നാൽ ഇവർക്ക് കൗൺസിലിൽ പങ്കെടുക്കാം, എല്ലാ ചർച്ചകളും ശ്രവിക്കാം, അഭിപ്രായങ്ങൾ അങ്ങോട്ട് പറയാനുള്ള അനുവാദവും അവസരവുമില്ലായിരുന്നു. വാസ്തവത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളെല്ലാം തയ്യാറാക്കിയത് ദൈവശാസ്ത്ര പണ്ഡിതരായിരുന്ന ഈ പെരുത്തികളായിരുന്നു. ഈ പ്രമാണരേഖകളെ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും അവസാന മിനുക്കുമണികളൊക്കെ നടത്താനായിട്ട് വീണ്ടും ഇവരെ ഏൽപ്പിക്കുകയും ചെയ്ത് അവസാനം മെത്രാന്മാരെല്ലാവരോടും കൂടി കൗൺസിലിൽ പ്രമാണരേഖകൾ വോട്ടിട്ട് അംഗീകരിക്കുകയായിരുന്നു. ഭൂരിപക്ഷ വോട്ടിൻ്റെ വെളിച്ചത്തിലാണ് കൗൺസിൽ പ്രമാണരേഖകൾ അംഗീകരിക്കപ്പെട്ടത്. എന്നാൽ മിക്കവാറും എല്ലാ പ്രമാണരേഖകളും തന്നെ വൻ ഭൂരിപക്ഷത്തോടെയാണ് തീരുമാനിക്കപ്പെട്ടത്.